ദൂരെ ഒരു ബ്ലാക്ക് കാറിൽ നിന്ന് വേറെ ആരോ നോക്കുന്നുണ്ടായിരുന്നു. രുദ്രന്റെയും ഗായത്രിയുടെയും സന്തോഷത്തോടുള്ള ആ നിൽപ്പ് കാണുമ്പോൾ കാറിലുള്ള ആൾക്ക് ദേഷ്യം ഇരച്ചു കയറി. അയാൾ സ്റ്റീറിങ്ങിൽ കൈമുറുക്കി. ശേഷം ദേഷ്യം സഹിക്കാനാവാതെ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് ഗായത്രിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന രുദ്രനെ നേരെ ചൂണ്ടി. രുദ്രന്റെ തലയ്ക്ക് അയാൾ ഉന്നം വെച്ചു. അയാളുടെ കൈ മെല്ലെ അമർത്താൻ പോയതും ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വന്നു. അത് കണ്ട് അയാൾ ഗൺ മാറ്റി വേഗം മുഖം മറച്ചു. ആ പോലീസ് ജീപ്പ് അയാളെ കടന്നു പോയതിനു ശേഷം ഗായത്രി രുദ്രനെയും ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് അയാൾ വണ്ടിയെടുത്ത് വേഗം അവിടെ നിന്ന് പോയി. പോലീസ് ജീപ്പ് ചന്ദ്രശേഖരന്റെ അടുത്ത് വന്നു നിന്നു. അതിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ വന്നിറങ്ങി. ചന്ദ്രശേഖരൻ അയാളെ കണ്ടതും പോയി കെട്ടിപ്പിടിച്ചു. മോനെ, ഇതെന്റെ സുഹൃത്താണ് അരവിന്ദൻ. കൂടാതെ ഇവനാണ് ഇവിടുത്തെ ACP. രുദ്രന് അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഹലോ സർ. രുദ്രൻ അയാൾക്ക് നേരെ കൈ കൊടുത്തു. ഈ സാർ വിളി വേണ്ടാട്ടോ, രുദ്ര അങ്കിൾ മതി. കുറച്ച് തിരക്കിലായിപ്പോയി, അതാ നേരത്തെ വരാൻ പറ്റാതിരുന്നത്, അയാൾ രുദ്രനോട് പറഞ്ഞു. അത് കുഴപ്പമില്ല സാർ. അല്ല അങ്കിൾ. നീ എന്താടി മോളെ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല രവി അങ്കിൾ. നന്നായിട്ടുണ്ട് കാണാൻ. ഇതാണല്ലേ ശിവക്കുട്ടി. മോളെ ശിവ വന്നേടാ എന്ന് പറഞ്ഞ അരവിന്ദൻ മോളെ എടുത്തു. ആദ്യം മോള് പോയില്ലെങ്കിലും പിന്നെ കുഞ്ഞു പോയി. പിന്നെയാണ് ഭാവ ആളുടെ മുഖം നന്നായി ശ്രദ്ധിച്ചത്. പരിചയമില്ലാത്ത ആളെ കണ്ടതും അവൾ കരയാൻ തുടങ്ങി. അവൾ കരയുന്നത് കണ്ടതും ഗായത്രി വേഗം പോയി മോളെ എടുത്തു. അങ്കിളിനെ പരിചയമില്ലാത്തത് കൊണ്ടാണ് കരയുന്നത്, ഗായത്രി അരവിന്ദനോട് പറഞ്ഞു. എന്നിട്ട് മോളെ സമാധാനിപ്പിക്കാൻ നോക്കി. ഗായത്രിയുടെ അടുത്ത് പോയതും അവളുടെ കരച്ചിലൊക്കെ ഏകദേശം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ്, കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ ഒരു ദിവസം ആലതിയുമായി വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ജീപ്പിൻ്റെ അടുത്തേക്ക് നടന്നു. കൂടെ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. ചന്ദ്ര, അവൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്നാ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇനിയും അവൻ എൻ്റെ കുഞ്ഞിൻ്റെ സമാധാനം കളയാൻ നോക്കിയാൽ ഞാൻ അവനെ വെറുതെ വിടില്ല, ചന്ദ്രശേഖരൻ ദേഷ്യത്തോടുകൂടി പറഞ്ഞു. ചന്ദ്ര, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നമ്മുടെ മക്കൾക്ക് ഒന്നും പറ്റില്ല. നല്ലൊരു ദിവസമായിട്ട് നീ ഇനി ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. എന്തിനും ഞങ്ങളുണ്ട്. അതല്ല രവി, എൻ്റെ ഗായുമോള് എന്താണ് അവൾ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലടാ. നീ പേടിക്കാതെ, എല്ലാം നല്ലതേ സംഭവിക്കൂ കേട്ടോ. രുദ്രൻ ഗായത്രിക്ക് ചേർന്നതാ. അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ എന്തോ ഉണ്ട്. ഗായത്രിയെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഉള്ളിടത്തോളം കാലം ഗായത്രിക്ക് ഒന്നും വരില്ല. നീ സമാധാനായിരിക്കും. ശരിയടെന്നാ, ഞാൻ പോകുന്നു. അദ്ദേഹം ജീപ്പിൽ കയറിപ്പോയി. മോളുടെ കരച്ചിൽ നിന്നതും ഗായത്രിയും രുദ്രനും കല്യാണിയമ്മയും ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് വന്നു. അവർ വീട്ടിലെത്തിയതും കല്യാണിയമ്മ വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. അകത്തേക്ക് കയറാൻ നിന്ന ഗായത്രിയെയും രുദ്രനെയും ചന്ദ്രശേഖരൻ തടഞ്ഞു. നിൽക്കുമോളെ, കല്യാണിയമ്മ ആരതി എടുക്കാൻ പോയിരിക്കുവാണ്, അതൊന്ന് ഒഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാം, ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്തിനാച്ചാ ഈ ആവശ്യമില്ലാത്ത ചടങ്ങുകളെല്ലാം? ഗായത്രി താല്പര്യമില്ലാതെ അയാളോട് ചോദിച്ചു. മോളെ, നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് തോന്നും, പക്ഷെ ഈ ചടങ്ങുകളൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ, അയാൾ പറഞ്ഞു. അപ്പോൾ ഗായത്രി രുദ്രനെ നോക്കി. അവൻ കുഴപ്പമില്ലെന്ന രീതിയിൽ കണ്ണുകൊണ്ട് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഗായത്രിയും കുഞ്ഞുമായി രുദ്രൻ്റെ അടുത്തേക്ക് നിന്നു. കല്യാണമ്മ പെട്ടെന്ന് തന്നെ ആരതി എടുത്ത് അവരെ ഒഴിഞ്ഞെടുത്തു. എന്നിട്ട് 3 പേരും കൂടി ഒരുമിച്ച് അകത്തേക്ക് കയറി. വാ മക്കളെ, ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വന്നിട്ട് കഴിക്കാൻ കല്യാണിയമ്മ, ഗായത്രി പറഞ്ഞു. അത് വേണ്ട, വിവാഹ വസ്ത്രത്തോടു കൂടി തന്നെ ഇപ്പം കഴിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഡ്രസ്സ് മാറ്റി വെച്ചാൽ മതി. അത് വന്നേ മോളെ, ഇനിയൊന്നും പറയണ്ട. ഒരു ചെറിയ സദ്യ തന്നെ കല്യാണിയമ്മ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി. ഇതെന്താ കല്യാണിയമ്മ, ഒരു സദ്യക്കുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, രുദ്രൻ ചോദിച്ചു. ഇതെല്ലാം അല്ലേ മോനെ എൻ്റെ സന്തോഷം. നിങ്ങളുടെ വിവാഹ സദ്യ വലിയ രീതിയിൽ ഒരുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ മോള് സമ്മതിക്കാത്ത കൊണ്ടാ. സംസാരിച്ച് നിൽക്കാതെ രണ്ടുപേരും ഇരിക്കി. മോളെ, ശിവമോളെ ഇങ്ങോട്ട് തന്നെ, ഞാൻ വാവയ്ക്കുള്ളത് കൊടുക്കാം, നിങ്ങളിരുന്ന് കഴിക്കി. വേണ്ടമ്മ, ഞാൻ തന്നെ മോൾക്ക് കൊടുക്കാം. അത് വേണ്ട മോളെ, ഞാൻ വാവയ്ക്കുള്ളത് ഉടച്ചു വെച്ചിട്ടുണ്ട്,
ഞാൻ കൊടുക്കാം അത്. നിങ്ങൾ ഇതിപ്പോൾ ഇരുന്ന് കഴിക്കി എന്ന് പറഞ്ഞ് കല്യാണിയമ്മ അവരെ ഭക്ഷണം കഴിക്കാനിരുത്തിയിട്ട് ശിവമോൾക്കുള്ള ഭക്ഷണവുമായി അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വാവയ്ക്ക് നൽകി. ഭക്ഷണം കഴിച്ച ഉടനെ ഗായത്രി മോളെ എടുത്ത് അവളുടെ റൂമിലേക്ക് ചെന്നു. ഗായത്രി പോകുന്നത് കണ്ടതും രുദ്രൻ പറഞ്ഞു, സർ എന്നാൽ ഞാനും പോയി ഡ്രസ്സ് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ ചന്ദ്രശേഖരൻ സാറ് അവനോട് പറഞ്ഞു, മോനെ ഇനി സാറല്ല അച്ഛനാണ്, പിന്നെ ഞാനും വരാം. നിങ്ങളുടെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണ്ടേ? ഞാൻ സഹായിക്കാം. അയ്യോ അത് വേണ്ടച്ചാ. എന്തേ? അല്ല, ഞാൻ അവിടെ തന്നെ നിന്നാൽ പോരെ? രുദ്രൻ പറഞ്ഞതും ചന്ദ്രശേഖരൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തിന്? ഇതാ നിന്റെ വീട്. എനിക്കറിയാം മനസ്സുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഈ വിവാഹം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം രുദ്ര. എന്നാലേ പിന്നീടായാലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ. എൻ്റെ മോൾക്ക് തന്നെ പോലെ ഒരാളെ കിട്ടില്ല. പിന്നെ ശിവമോൾ ഇനിയെങ്കിലും അച്ഛൻ്റെയും അമ്മയോടൊപ്പം അവരുടെ സ്നേഹലാളനകൾ അറിഞ്ഞ് വളരട്ടെ. അതല്ല സർ, മാഡത്തിന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാവും. അതാ എന്ന് പറഞ്ഞ് തീരും മുമ്പ് ഗായത്രി വന്നു. ഗായത്രി പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കണ്ടേ എന്ന്. അത് കേട്ടതും രുദ്രൻ അന്തം വിട്ട് അവളെ നോക്കി. കേട്ടല്ലോ രുദ്ര, ഗായത്രി മോൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ എല്ലാത്തിനും തയ്യാറായിക്കൊണ്ടിരിക്കുക. നീയും തയ്യാറാവണം. എന്നാ വാ, നമുക്ക് അതെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ ഗസ്റ്റ് ഹൗസിലുള്ള എല്ലാ സാധനങ്ങളും രുദ്രൻ്റെ സഹായത്തോടു കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി. രാത്രി തന്നെ എല്ലാം അവർ ഓരോന്നും പറഞ്ഞും സാധനങ്ങൾ മാറ്റിയും എല്ലാം സമയം ചെലവഴിച്ചു. അപ്പോഴാണ് കല്യാണിയമ്മ അങ്ങോട്ടേക്ക് വന്നത്. മോനെ, സാധനങ്ങളെല്ലാം മുറിയിലേക്ക് മാറ്റി കഴിഞ്ഞില്ലേ? ഇല്ലെങ്കിൽ നാളെ സർവൻസിനെ കൊണ്ട് മാറ്റി വെപ്പിക്കാം. മോൻ ഇനി റൂമിലേക്ക് പൊക്കോ, ഗായത്രി മോളെ വെയിറ്റ് ചെയ്യാതിരിക്കും, കല്യാണിയമ്മ രുദ്രനോട് പറഞ്ഞു. അത് കേട്ടതും രുദ്രനാകെ മടിയായി. കാരണം എങ്ങനെയാണ് അവൻ ഗായത്രിയുടെ റൂമിലേക്ക് കയറിച്ചില്ല? അവൻ അറിയാലോ ഈ മാരേജ് ശരിക്കും ഗായത്രി എന്തിനു വേണ്ടിയിട്ടാണ് നടത്താൻ സമ്മതിച്ചതെന്ന്. പിന്നെ അവളുടെ മനസ്സിൽ യാതൊരു മോഹവും തന്നെ പറ്റിയില്ലെന്നും അറിയാം. അങ്ങനെയുള്ളപ്പോൾ ആ റൂമിലേക്ക് താൻ ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമാവോ? അവളുടെ കണ്ണിൽ താനൊരു അന്യനല്ലേ? താൻ എങ്ങനെയാ അവളെ ഫേസ് ചെയ്യുക എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അവൻ്റെ മടിക്കുള്ള കാരണം. അവൻ മടിച്ചു നിന്നു. പിന്നെ കല്യാണിയമ്മ നോക്കുന്നത് കൊണ്ട് അവൻ റൂമിലേക്ക് പോവാനായി സ്റ്റെയറുകൾ കയറി. സ്റ്റെയറുകൾ കയറുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു ഇതുപോലത്തെ. അതിൽ മുൻപന്തിയിലുള്ളത് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗായത്രിയുടെ മുഖം എങ്ങനെയായിരിക്കും, അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതായിരുന്നു. അവൻ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് തുറന്ന് അവൻ റൂമിലേക്ക് കടന്നു. ഗായത്രിയുടെ റൂമിലേക്ക് അവൻ പോയപ്പോൾ അവൻ്റെ കണ്ണിൽ ആദ്യം എത്തിയത് ചുമരുകളിൽ തൂക്കിയിട്ട ചിത്രങ്ങളായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഗായത്രി എടുത്ത ചിത്രങ്ങളായിരുന്നു ആദ്യം. അതിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എടുത്ത ഫോട്ടോകളും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ ശരിക്കും രുദ്രന് സങ്കടം തോന്നി. കാരണം ശിവമോള അവളുടെ സ്വന്തം ചോരയല്ല, പക്ഷെ അവൾ സ്വന്തം ചോരയെ പോലെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം രക്തത്തിൽ ജന്മമെടുത്ത ആ കുഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവളെ എത്രമാത്രം ആഗ്രഹിച്ചു കാണും. അവൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ആ നിമിഷം മുതൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കുമല്ലോ. ആ കാത്തിരിപ്പൊക്കെ ഒരുത്തൻ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയപ്പോൾ അവൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെല്ലാം അവൻ്റെ മനസ്സിലൂടെ ഓടിമറിഞ്ഞു. ആ ഫോട്ടോകൾ നോക്കി നിൽക്കുന്ന അവനെ ഗായത്രി കണ്ടിരുന്നു കേട്ടോ. എന്നാൽ അവൻ ഗായത്രിയെ ശ്രദ്ധിച്ചില്ല. ഫോട്ടോകൾ നോക്കി നിൽക്കുന്ന രുദ്രനെ ഗായത്രി വിളിച്ചു. രുദ്ര, ബാക്കി എന്താ നടക്കാമെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ ഗൈസ്. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തതായി തന്നെ ഒരു പുതിയ സ്റ്റോറി വരുന്നുണ്ട്, അതിനും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.